പക്ഷെ ജിൻഡോ ആറാടിയ ഒരു സിനിമയാണ്. ജിൻഡോ അഴിഞ്ഞാടിയ ഒരു സിനിമ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് ആണ് ഞാൻ രസകരമായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ. കാരണം നമ്മൾ പിച്ചാത്തിയ വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എൻ്റെ കാലിൻ്റെ വീഡിയോ എടുക്കുക. ഇത് ശരിയാണെങ്കിൽ മാത്രം ഇപ്പോഴത്തെ ചില താരങ്ങൾ കാണിച്ചു ബിഗ് ബോസിലുള്ള നിങ്ങളുടെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന പോലെയുള്ള ഉഡായിപ്പല്ല ഈ സാധനം. ജിൻഡോയെ കുറിച്ച് ചോദിക്കും മോൻ എന്താ ഇങ്ങനെ കരഞ്ഞു ചോദിക്കുന്നത്? സ്റ്റേഡായിട്ട് ചോദിച്ചൂടെ? വെള്ളം കുടിക്കണോ? വേണ്ടേ? അല്ല, ജിൻഡോയെ കുറിച്ച് ജിൻഡോ ഇടിക്കുന്നു വെച്ചിട്ടാണോ? ജിൻഡോയ്ക്ക് ജിം ഉണ്ടെന്ന് വെച്ചിട്ടാണോ? എത്രയും പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രജിത് സാറ്, സാനിഫ്, ഷാൻസി ചേച്ചി, മനീഷ, ഷാർലറ്റ്, നിഷാദ് കല്ലിങ്കൽ, ഒപ്പം തന്നെ നമ്മുടെ പടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. അവർ മുന്നിൽ നിൽക്കുന്നില്ലെങ്കിലും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ ഈ സിനിമയെക്കുറിച്ച് 2-3 വാക്ക് പറയട്ടെ. നമ്മൾ ഈ സ്വപ്ന സുന്ദരി എന്ന സിനിമ ഏകദേശം ഒരു 4 വർഷം മുമ്പ് നമ്മൾ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, 4 വർഷം മുമ്പ് ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അതിനുശേഷം നമ്മൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തീർന്ന് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റിയ സമയം എത്തിയത്. നമ്മൾ ആദ്യം ഒരു ചെറിയ റിലീസാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിന്റെ ഒരു ട്രെയിലർ യൂട്യൂബിൽ 1 മില്യൺ പ്ലസ് പോയിട്ടുണ്ട്. സോങ് ഇറങ്ങിയത് ഒരു സോങ് 1 മില്യൺ പ്ലസ് പോയി. അടുത്തൊരു സോങ് ഇപ്പം 1 മില്യണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നല്ലൊരു റീച്ചും, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റിലീസ് അനുവദിച്ച തിയേറ്ററുകളൊക്കെ ഭയങ്കര റെസ്പോൺസും ആയപ്പോൾ ഏകദേശം 60 തിയേറ്ററുകളും ആയിട്ടുണ്ട്. തിയേറ്റർ ആടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്ര ലേറ്റ് ആകാൻ കാരണം ഇപ്പം PXD നമ്മൾ ആടിയിട്ടില്ല. PXD തിയേറ്ററുകൾ ഇപ്പം ആടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ലോഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നാളെ ഏകദേശം 60-ൽ കൂടുതൽ തിയേറ്ററുകളിൽ പടം വരുന്നുണ്ട്. നാളെ തന്നെ കുറച്ച് തിയേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് തിയേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു ലവ് കം ഒരു ത്രില്ലർ സിനിമയാണ്. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് രജിത് കുമാർ സാറുണ്ട്, സാനിഫ് അലി ഉണ്ട്, ജിൻഡോ ഉണ്ട്, മുഹമ്മദ് സാജിദ് സലാം ഉണ്ട്, പിന്നെ ശ്രീറാം മോഹൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മുടെ GK പിള്ള സാറിന്റെ കൊച്ചുമകനാണ്. കാര്യസ്ഥ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന GK പിള്ള സാറിന്റെ കൊച്ചുമകനാണ്, ചെറുമകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. അങ്ങനെ 5 നായകന്മാരും ഒപ്പം 5 നായികമാരും ഉണ്ട്. മനീഷ മോഹൻ ഇവിടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു. സ്വപ്ന സുന്ദരി എന്ന ട്രിങ്കൽ ക്യാരക്ടർ മനീഷ മോഹൻ. സാനിഫിന്റെ പേരായിട്ട് നേഹ എന്ന ക്യാരക്ടർ ചെയ്യുന്നു ഷാർലറ്റ് സജീവ്. ഒപ്പം തന്നെ വാസന്തി എന്ന ക്യാരക്ടർ ചെയ്യുന്ന ദിവ്യ തോമസ്. ഒപ്പം തന്നെ സാജിദിന്റെ നായികയായിട്ട് വരുന്ന ഷാരോൺ. 2 പേരും ഇവിടെ ഇല്ല, പുറത്ത് പഠിക്കുകയാണ്. ഒപ്പം തന്നെ ഡോക്ടർ ഷിനു ശ്യാമളൻ ഉണ്ട്, ജിൻഡോയുടെ പേരായിട്ട് ചെയ്യുന്ന ഡോക്ടർ ഷിനു ശ്യാമളൻ. അങ്ങനെ 5 നായകന്മാരും 5 നായികമാരും ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് സക്കറിയ പുന്നൂസ് എന്നുള്ള ഒരു പ്ലാന്റഡ് ക്യാരക്ടറാണ് രജിത് സാർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ജിൻഡോ അഭിനയിക്കുന്നത്. ഷാനു എന്ന ക്യാരക്ടർ സാനിഫ്. ഇതിൽ ഒപ്പം തന്നെ ശിവജി ഗുരുവായൂർ, സാജൻ പള്ളുരുത്തി, പ്രദീപ് പള്ളുരുത്തി അടക്കമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സിനിമയിൽ ഏകദേശം ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റ് ഒരു 3 വർഷം ഇറക്കിയായിരുന്നു. ഏകദേശം ഈ പടത്തിൽ 80 ക്യാരക്ടേഴ്സ്. അതാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഈ 10 ക്യാരക്ടർ 15 ക്യാരക്ടർ, ഇത് 80 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡയലോഗ് ഉൾപ്പെടെയുള്ള സീനുള്ള 80 ക്യാരക്ടർ ഉണ്ട്. അതിൽ 50 ക്യാരക്ടർ പോസ്റ്റ് നമ്മൾ ഇറക്കി. അന്ന് റിപ്പോർട്ടൊക്കെ ആയിരുന്നു 2 വർഷം മുമ്പ്. നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് മീഡിയാസ് എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ സ്വാമി ഗംഗേശാനന്ദ എന്ന് പറയുന്ന സ്വാമിജി ഇതിനെ വയ്ക്കുന്നുണ്ട്. അതൊക്കെ വലിയ വാർത്തകൾ വന്നതാണ്. അത് 50 ലൂസിഫർ എന്ന സിനിമയുടെ 36 ക്യാരക്ടർ പോസ്റ്റ് ആയിരുന്നു ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ പോസ്റ്റ് വന്നത്. പക്ഷെ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് 50 ക്യാരക്ടർ പോസ്റ്റ് ഇറക്കി. നമുക്ക് ഒരു 80 ക്യാരക്ടർ പോസ്റ്റ് ഇറക്കാനുള്ള ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ 50-ലധികം പുതുമുഖം നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സിനിമയ്ക്ക് പുറകിൽ ടെക്നീഷ്യൻസ് ആയിട്ട് വന്നവരെല്ലാം, ഇപ്പം ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പുതുമുഖങ്ങളാണ്. ഞാനൊരു നേരത്തെ ഒരു സിനിമയും ചെയ്തിട്ടില്ല. സിനിമ ജസ്റ്റ് എന്റെ പ്രിയപ്പെട്ട ഞാൻ ഒരുപാട് കാണുന്ന ബെന്നി ആശ്വാസിയാണ്. അദ്ദേഹത്തെ സിനിമയെ കണ്ടുപഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അതിന്റെ അസിസ്റ്റന്റ് അല്ല, അദ്ദേഹത്തോടെ വർക്ക് ചെയ്ത് അദ്ദേഹത്തോടെ യാത്ര ചെയ്ത് അദ്ദേഹത്തെ സിനിമയിൽ പങ്കാളിയായി സിനിമ കണ്ടുപഠിച്ചു. പിന്നെ തിയേറ്റർ, എനിക്കൊരു തിരുവല്ല ജേക്കബ്സ് എന്ന തിയേറ്റർ നമുക്കുണ്ടായിരുന്നു. സിനിമ വർഷങ്ങളായിട്ട് തിയേറ്റർ അറിയാം, സിനിമ അറിയാം. അങ്ങനെ സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ പുതിയ ആളുകളാണ്. ക്യാമറമാൻ ആയാലും ഇതിന്റെ എഡിറ്റർ ഒഴിച്ച്, ഇതിന്റെ ടെക്നിക്കൽ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. എഡിറ്റർ സൗണ്ട് മിക്സിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. വിശ്വാസം ഉപയോഗം ചെയ്തിട്ടുള്ള കരുൺ പ്രസാദാണ് സൗണ്ട് മിക്സിംഗ്. ബാക്കി ടെക്നിക്കൽ എല്ലാം വരുന്ന ആളുകളെല്ലാം ടോപ്പ് ലെവൽ ആണ്. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം, ഷൂട്ടിംഗ് ടീം ആൻഡ് ആർട്ടിസ്റ്റുകൾ ഒരു 90% പുതുമുഖങ്ങളായിരുന്നു.
അപ്പൊ ഇത്തരം സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ പോലുള്ള മീഡിയാസ് ആണ്. കാരണം നാളെ പറഞ്ഞ പോലെ നാളെയാണ് റിലീസ്, നമുക്ക് ഒറ്റ ദിവസമേ ഉള്ളൂ. നാളെ റിലീസ് വെക്കാൻ കാരണം രണ്ട് കാര്യം. ഒന്ന്, ഞാൻ UK നിന്ന് എത്തിയത് ഈ 2 ദിവസം മുമ്പാണ്, 28-ാം തീയതി. അപ്പൊ എന്റെ പാസ്പോർട്ടിന് ചെറിയൊരു 4 മാസത്തിൽ താഴെ വാലിറ്റുള്ളായിരുന്നു. അപ്പൊ എനിക്ക് മിനിഞ്ഞാന്ന് പോയി പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യം വന്നു. പിന്നെ ഇന്നലെ ഒരു ദിവസം ഉള്ളായിരുന്നു. പിന്നെ സാറിന്റെ കാലിനും 27 വരെ കാല് റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് ഇന്നത്തേക്കാക്കി. നമ്മൾ 28 വെച്ച് മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റി വെച്ചു. അപ്പൊ ഈ ഒറ്റ ദിവസം നമുക്ക് മുമ്പിലുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇത് ഇന്ന് തന്നെ അത് എയർ ചെയ്ത് ഇന്ന് തന്നെ ജനങ്ങളിൽ എത്തിക്കണം. കാരണം അറിയാമല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ബിഗ് ബോസ് ആയാലും എന്തായാലും എന്ത് കണ്ട് ആരെയും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ മീഡിയാസ് ആണ്. മീഡിയാസ് ഇല്ലെങ്കിൽ, നിങ്ങളില്ല എങ്കിൽ നമ്മളൊന്നും ഇല്ല. ഒരു സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലും ഓൺലൈൻ മീഡിയാസിൽ കൂടെ തന്നെയാണ് ജനങ്ങളിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. ഒപ്പം തന്നെ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടെ ഇത് നമ്മുടെ ശ്രീറാം മോഹനാണ്, നമ്മുടെ അടുത്തൊരു നമ്മുടെ നായകൻ, നമ്മുടെ GK പ്രസാദിന്റെ ചെറുമകനാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് രജിത് കുമാർ സാറിന് കൈമാറുകയാണ്. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, വളരെ ഫെമിലിയർ ഫേസുകളാണ്. ഈ സിനിമ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമ ബാഹുബലിയുമായി കമ്പയർ ചെയ്ത് കളയരുത്. നമ്മുടെ ചിലരുടെ ചിന്തകൾ അങ്ങനെയാണ്, ബാഹുബലി പോലെ വരുമോ, അല്ലെങ്കിൽ അത്രയും വരുമോ. ഇല്ല, ഇതൊരു ചെറിയ പ്രകൃതി രമണീയമായിട്ടുള്ള, നമ്മൾ ഊട്ടി കൊടൈക്കനാൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇടുക്കി, രാജാക്കാട്, മൂന്നാർ, മാട്ടുപ്പെട്ടി അങ്ങനെയുള്ള മനോഹരമായ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച്, കൂടാതെ കുറച്ച് ഭാഗം സിംഗപ്പൂർ, വിദേശ രാജ്യങ്ങളിലും ചെറുതായിട്ട് ചിത്രീകരിച്ച് മനോഹരമായ ഒരു റൊമാൻറ്റിക് ഫാമിലി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ചെറിയ പ്രൊഡ്യൂസറാണ്, ചെറിയ സിനിമയാണ്. ഒരുപാട് ചെറിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ചെയ്ത ആദ്യ പടമാണ്. ഇപ്പം ദൈവം അനുഗ്രഹിച്ച് 31ാമത്തെ പടം ചെയ്ത് കഴിഞ്ഞു. ആ 31ാമത്തെ പടത്തിലാണ് ഞാനിങ്ങനെ ഒരു ആക്സിഡൻറ്റ്, ഫാമിലി സർക്കസ് എന്ന് പറയുന്ന സിനിമ തൃശ്ശൂർ നടന്നപ്പോൾ അതിനകത്തൊരു ഷോട്ടിൽ തന്നെ, സീനിൽ തന്നെ ഇറങ്ങി വരുന്നൊരു സീൻ, അത് വളരെ സിൻസിയറായിട്ട് ചെയ്തുകൊണ്ട് കാല് സ്ലിപ്പായി പോയി. അങ്ങനെ കാലിൻ്റെ പാദം 2 പൊട്ടലാണ്. ഡോക്ടർ 2 മാസം ഫുൾ റെസ്റ്റ് പറഞ്ഞാണ്. 45 ദിവസം ആവുന്നു. എന്നാലും തറയെ കാല് വയ്ക്കാൻ 27-28 കൊണ്ട് പറ്റും അന്നുകൊണ്ട്. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പം ഇത്രയും സിനിമകൾ ചെയ്തു വന്നതിൽ ഏകദേശം 15-20 സിനിമകളും ചെറിയ സിനിമകളാണ്. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റുകൾ ഗംഭീരമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ പുതുതലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന സിനിമകളിലാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ സാധ്യത കിട്ടുന്നത്. കാരണം ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാവുന്ന ആളാണ്. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാണ്. ആ എല്ലാ കോംപ്രമൈസും ഞാൻ സ്വീകരിച്ചതുകൊണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് കാരവൻ ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം, സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം, വലിയ പ്രൊഡക്ഷൻ ഇല്ലാത്ത, കോസ്റ്റ് ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം. കാരണം സിനിമ പലരുടെയും പാഷനാണ്. അതിലൂടെ കയറി വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന വലിയ ബാനറുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പുതുതലമുറയിലെ കുട്ടികളെ പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻനിരയിലെ വലിയ സിനിമകളിലേക്ക് പെട്ടെന്ന് എടുക്കുന്നത് വളരെ റെയറാണ്. അപ്പോൾ നമ്മുടെ കഴിവ് തെളിയിക്കണം. ഞാനും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിവ് തെളിയിച്ചു കൊടുക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ പല സിനിമകളും. എപ്പോൾ പുറത്ത് ഇറങ്ങും എന്ന് അറിയില്ല. അങ്ങനെ വർഷങ്ങൾ കൊണ്ട്, 2-3 വർഷം കൊണ്ട് വളരെയധികം നഷ്ടത്തിൽ, അല്ലെങ്കിൽ എൻ്റെ നഷ്ടബോധമായിരുന്നു ആദ്യം ചെയ്ത സ്വപ്നസുന്ദരി പുറത്ത് വന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ദൈവം എപ്പോഴാണ് അനുഗ്രഹം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ കാര്യമായാലും എൻ്റെ കാര്യമായാലും. ഇപ്പോഴാണ് UK പോയ സാറ് മുൻകൈയെടുത്ത് പ്രൊഡ്യൂസറായിട്ടുള്ള ഷാൻസി സലാമുമായിട്ട് മുൻകൈ രണ്ടും ചേർന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്നാണ് ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. സാമ്പത്തികം തന്നെയായിരുന്നു പ്രോബ്ലം, അല്ല വേറെ ഒന്നും ആയിരുന്നില്ല പ്രോബ്ലം. സാമ്പത്തികമാണ് ഇപ്പോൾ പ്രോബ്ലം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ സാമ്പത്തികം കണ്ടെത്തി വളരെ പെട്ടെന്ന് എല്ലാം ഭംഗിയായി ചെയ്ത് ഏറ്റവും ബെസ്റ്റാക്കി തന്നെയാണ് സംഗതി റെഡിയാക്കി. ഇപ്പോൾ ക്യൂബിലും UFOയിലും എല്ലാത്തിലും അപ്ലോഡ് ചെയ്തിട്ട് സാർ വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരല്പം ലേറ്റായി പോയത്. ഈ സിനിമയിൽ അതിശക്തമായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സക്കറിയ പുന്നൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡബിൾ റോളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 2 ലുക്ക് എനിക്കിതിനകത്തുണ്ട്. അത് ഷാൻസി സലാം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത അടുത്തൊരു പടമുണ്ട്.
പാഞ്ചാലി AD 2021. അതിനകത്ത് എനിക്ക് ഡബിൾ റോളാണ്. അപ്പോൾ അതൊക്കെ ഇടിവെട്ട് സ്ക്രിപ്റ്റുകളും ക്യാമറയാണ്. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രൊഡ്യൂസർമാരെ സാമ്പത്തികം അങ്ങനെയുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയ പ്രൊഡ്യൂസർമാരുടെ സഹായത്തോടെയാണ് ഇത് അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പടങ്ങൾ വിജയിച്ചാൽ മാത്രമേ, സാമ്പത്തികമായി വിജയിച്ചാൽ മാത്രമേ ഇവരെ പോലെയുള്ളവർ വീണ്ടും പുതിയ പുതിയ പടങ്ങൾ എടുക്കാനും നിങ്ങളെപ്പോലെയുള്ള പുതുതലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് വേണം ഞങ്ങളുടെ സിനിമ നോക്കാനായിട്ട്. പകൽമാരായുടെ സിനിമ വന്നു. അതുപോലെ തന്നെ ദിൽഷ പ്രസന്നന്റെ സിനിമ അനൂപ് മേനോൻ ചേട്ടനുമായിട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു സിനിമ വന്നിരുന്നില്ലേ അല്ലേ? പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ആ പല പല സിനിമകളും ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി വിജയിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇറങ്ങിയ. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് വന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളും റിസ്ക് എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജിൻഡോയൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ജിൻഡോ ആറാടിയ സിനിമയാണ്, ഷിനു ശ്യാമളനൊക്കെ തകർത്ത സിനിമയാണ്. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നമ്മളെ ഇങ്ങനെ പിന്നിരയിലാക്കി കളയരുത്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സക്കറിയ പുന്നൂസ് വളരെ റിസ്കി ആയിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്, ഡബിൾ ഫേസിൽ. വില്ലനാണോ നായകനാണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. പിന്നെ സാറ് പറഞ്ഞ പോലെ എല്ലാ യൂത്തന്മാർക്കും നായികമാരുണ്ടായിരുന്നു, എനിക്ക് മാത്രം ഒരു നായികയെ തന്നില്ല. പക്ഷെ എനിക്ക് കുറേ നായികമാരെ പല വഴിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് അതിൻ്റെ മറ്റൊരു സൈഡ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ള നല്ല അടിപൊളി 3 പാട്ടല്ലേ, 5 പാട്ടുകൾ അടിപൊളി. സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു പാട്ടെടുക്കുക വളരെ ശ്രമകരമാണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിൽ മനോഹരമായ 5 പാട്ടുകൾ, പലതും മില്യൺസ് അടിച്ചു കഴിഞ്ഞ സംഭവമാണ്. ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് ഞാൻ ആസ്വദിച്ച് ചെയ്ത ആദ്യ പടമാണ്. അതിപ്പം ദൈവാനുഗ്രഹം കൊണ്ട് നാളെ ഇറങ്ങുന്നു. കൂടെയുള്ള ഫ്യൂച്ചർ നടികളാവേണ്ട ആർട്ടിസ്റ്റുകളല്ല, ആരും മോശമായിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മളീ പറഞ്ഞ കണക്ക് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വലുതായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വലിയ സ്ക്രീനിൽ കാണിക്കാൻ തക്ക രീതിയിലുള്ള വലിയ സീനറികളോ ആർട്ടുകളോ ഒന്നും അതിനകത്തില്ല. പക്ഷെ ചെറിയ രീതിയിൽ നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് യൂത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമയാണ് സ്വപ്നസുന്ദരി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം, മറ്റുള്ളവരുടെ അഭിപ്രായം പറയണം. ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒരു മനസ്സ് കാണിക്കണം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് സാറ് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ മീൻസ് ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ, രാഷ്ട്രീയക്കാരില്ലെങ്കിൽ നിങ്ങളും ഇല്ല. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്ന സമയം കുറച്ച് കുറഞ്ഞു പോകും. കാരണം നമ്മൾ നോക്കേണ്ടത് സത്യൻ സാറും ജയൻ സാറും അതുപോലെ തന്നെ സുകുമാരൻ സാറും പഴയ തലമുറയിലെ നടീനടന്മാരും ഇവിടെ അഭിനയിച്ചിരുന്നു, പ്രേം നസീർ സാറും ഒക്കെ. ആ സമയങ്ങളിലൊന്നും ഇതുപോലെയുള്ള പ്രസ് മീറ്റുകളോ മീഡിയകളോ അല്ലെങ്കിൽ യൂട്യൂബറോ പ്രൊമോഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലം മാറി, ടെക്നോളജി കൂടി, നല്ല മനസ്സുള്ള ആൾക്കാർ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തു. അപ്പം നമ്മളുമായിട്ട് ഒന്നിച്ചു കൂടുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങളും നിങ്ങളും അങ്ങനെ ഒരു പാലമിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ വലിയ വിജയങ്ങൾ നമുക്ക് നമ്മുടെ നാടിനും മലയാളി പുതിയ തലമുറയ്ക്കും അത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നതുകൊണ്ട് നിങ്ങളൊരു അവിഭാജ്യ ഘടകമാണ്, അതിന് യാതൊരു സംശയമില്ല. കാരണം അതാണിപ്പോൾ ബിഗ് ബോസിലൊക്കെ കാണുന്നത്. അവിടെ ചെറുതായിട്ട് ചെയ്താൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് വമ്പനായിട്ട് കൊണ്ടുവരുന്നത് പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ PR പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള ലക്ഷങ്ങളും കോടികളും ചിലവാക്കി എടുക്കുന്ന സിനിമകളുടെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ഗംഭീരമായി തന്നെ നിങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ രണ്ടുപേരും ഒരു പാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സഞ്ചരിക്കേണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിയല്ലേ? ശരിയാണോ? ശരി. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ ആരെയും താത്ത് പറഞ്ഞതല്ല. നമ്മൾ രണ്ടുപേരും ഒരു ത്രാസിൻ്റെ 2 തട്ടുകളാണ്. നമസ്കാരം, എൻ്റെ പേര് ഷാൻസി സലാം എന്നാണ്. എൻ്റെ സ്വന്തം സിനിമയാണ് സ്വപ്നസുന്ദരി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും സിനിമയാണ് സ്വപ്നസുന്ദരി. കാരണം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നത്തിൽ ഏതെങ്കിലും ഒരു സുന്ദരിമാരൊക്കെ വരും എന്ന് പറയുന്ന പോലെ ഒരു സ്വപ്നസുന്ദരിയാണ് ഈ ഒരു സ്വപ്നസുന്ദരി. അപ്പൊ അതുകൊണ്ട് സാറ് ഏതോ ഒരു സുന്ദരിയെ തൊടാൻ പോയി, പക്ഷെ അവർ ഓടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തൊട്ട പൊള്ളു എന്ന് പറഞ്ഞത്, പൊള്ളിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കുറേ വർഷം മുമ്പുള്ള, ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടല്ല, ഇപ്പോൾ 30 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ. ഞാൻ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷനാണ് SS പ്രൊഡക്ഷൻസ്. ആർട്ടിസ്റ്റായിട്ട് വന്നു, കൺട്രോളറായി,
പ്രൊഡ്യൂസറായി, ഇപ്പോൾ ഡയറക്ടറുമായി. അങ്ങനെ ഒരു പട്ടം തന്നെ ചാർത്തി ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു സ്കൂളിലെ അധ്യാപകനായ KJ ഫിലിപ്പ് സാറ് ഞങ്ങൾ കൂടിയിരുന്ന് ഒരു കൊച്ചു ആലോചനയിലൂടെ റോയിറ്റ എന്ന് പറയുന്ന റോയി ചേട്ടൻ തന്ന ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ്. അതിനകത്ത് ഒരാൾ ഡയറക്റ്റ് ചെയ്യുക, അടുത്തയാൾ പ്രൊഡ്യൂസ് ചെയ്യുക, അടുത്തയാൾ കൺട്രോൾ ചെയ്യുക, അങ്ങനെ വന്ന ഒരു കൂട്ടായ്മയിലൂടെ വന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സാറ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് മുൻ പരിചയങ്ങൾ ഒന്നുമില്ല സിനിമ ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ പരാജയമല്ല, അത് ഞങ്ങളുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കണക്ക് അധ്യാപകനാണ് KJ ഫിലിപ്പ് സാറ്. സാറിന് ഈ പടം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ സാറിന്റെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും സാറിന് പ്രത്യേകം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കണക്ക് മാഷ് കണക്ക് മാത്രം പഠിപ്പിക്കാനല്ല, ഇങ്ങനെയും കൂടിയുള്ള ഒരു കല സാറിന്റെ ഉള്ളിലുണ്ട് എന്ന് തെളിയിച്ച ഒരു ഇതാണ് സ്വപ്നസുന്ദരി. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഈ 4 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ 4 വർഷം ഈ സാധാരണ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊഡ്യൂസർ പണിക്ക് പോകും, അല്ലെങ്കിൽ നടിമാരുടെ പണിക്ക് പോകും, അല്ലെങ്കിൽ നടന്മാര് പോകും, കൺട്രോളർ പോകും, ഇങ്ങനെയൊക്കെ പോകും. അത് നമുക്ക് കാണാം. ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. ഇത് അതൊന്നുമില്ല. നമ്മൾ പടം ചെയ്തു, നല്ലൊരു എഡിറ്ററായി കൊടുത്തു, അത് എഡിറ്റ് ചെയ്തു, അവിടെ വെച്ചു, നമുക്ക് പൈസ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ആലോചിച്ചു ഇത് എപ്പോൾ ഇറക്കാൻ പറ്റും എന്ന് ആലോചിച്ചു. കൊറോണ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പടം ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശാന്തംപാറ, പൂപ്പാറ, ചതുരംഗപ്പാറ, ഇങ്ങനെയുള്ള കുറെ പാറകളിലൂടെ നമ്മൾ നടന്ന് കാട്ടിലൂടെയുള്ള ആനകളെയൊക്കെ കണ്ട് പേടിച്ച് വിറച്ച്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഈ സ്വപ്നസുന്ദരി ചെയ്തത്. കാരണം ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് മിസ്റ്റ് കാരണത്താൽ ആനയെ കാണുന്നുണ്ടായില്ല. ഷാർലറ്റൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഷാർലറ്റിന്റെ ബാക്കിൽ ആനയായിരുന്നു. സത്യത്തിൽ ആന ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി പേടിച്ചു പോലും. അതുകൊണ്ട് ആന ഉണ്ടെന്ന് പറയാതെ അങ്ങനെ നല്ല വിഷ്വൽസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അത്ര മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായം. കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുമായിരിക്കും ഈ വിഷ്വലൊക്കെ, കാരണം കാശ് കൊടുക്കാതെ കിട്ടിയിരിക്കുന്ന വിഷ്വലാണ്. നമ്മളൊരു മാനേജറെ വെച്ചിട്ടോ ലൊക്കേഷൻ നോക്കിയിട്ടോ ഒന്നുമല്ല. നമ്മളുടെ കഥയുമായിട്ട് നമ്മൾ ഹൈറേഞ്ച് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ നമ്മളെ ഉൾക്കൊണ്ടു. ഇങ്ങനെ കൊറോണയാണ്, നമുക്ക് ഒരു പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ആളുകളാണെങ്കിലും ആ ആളുകളെല്ലാം നമ്മളോട് സഹകരിച്ച്, നാട്ടുകാരൊക്കെ സഹകരിച്ച് നമ്മൾ അവിടെ ഒരു ഇലക്ഷൻ വർക്ക് തന്നെ നടത്തി. അപ്പൊ എല്ലാവരും നല്ലൊരു സഹകരണത്തിലൂടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയായി നമ്മുടെ എഡിറ്ററുടെ വീട്ടിൽ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ കൂടിയ ഒരു സിനിമയാണ് ഈ ഒരു സ്വപ്നസുന്ദരി. ആരും ഇങ്ങനെ സിനിമയുടെ പശ്ചാത്തലങ്ങളോ അതിന്റെ ഉൾവശങ്ങളോ ഒന്നും ആരോടും തുറന്നു പറയില്ല. കാരണം ഒരു വീട്ടിൽ നമ്മൾ കൂടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്. കാരണം അവിടെ നമ്മൾ ഈ തണുപ്പ് കോരിച്ചൊരിയുന്ന തണുപ്പത്തും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, കാരണം 2 വണ്ടി കൂടുതൽ റോഡിലൂടെ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് ഇതിന്റെ കാര്യം. കാരണം അത്രയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നമ്മുടെ ആർട്ടിസ്റ്റുകളെ മാത്രം റോഡിൽ ഇറക്കി നമ്മൾ വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് ആ ഒരു ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, ഈ ടീം സ്വപ്നസുന്ദരി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു, ഒരു കുടുംബം പോലെ. അപ്പൊ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കൂടാതെ ഞങ്ങളാക്കുന്നത് എല്ലാം മീഡിയയാണ്. കാരണം മീഡിയ ഇല്ല എങ്കിൽ, മീഡിയയോട് തല്ലുപിടിക്കാനല്ല, മീഡിയ ഇല്ല എങ്കിൽ ഞങ്ങളൊന്നും ഇല്ല. കാരണം ഞാനും ഒരു മീഡിയ പ്രവർത്തകയാണ്, എനിക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീഡിയ ആണ് മാക്സിമം നമ്മളെ പ്രൊമോട്ട് ചെയ്ത് വലുതാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു പ്രവർത്തനം ഈ സ്വപ്നസുന്ദരി ടീം അംഗങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളത് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഷിജിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കുറെ വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. അപ്പോൾ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ഓക്കെ. ഇതിൽ ഒരാളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം, ഫിലിപ്പ് സാറിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തികത്തിന് പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ 6 വർഷം കൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ആളാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ നാളെ അഭിമാനത്തോടെ നമുക്ക് തലയുയർത്തി നിൽക്കണം. നിങ്ങളെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റത്തില്ല. സാറ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സാറാണ്. സാറ് തന്നെ തുറന്നു പറഞ്ഞു, സാറ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ്. സാമ്പത്തിക പ്രോബ്ലം വന്നപ്പോൾ സാറ് ചെയ്തത് ഇവിടുത്തെ ജോലി വിട്ട് സാറ് UK പോയി പണിയെടുത്ത് ബാക്കി പൈസയും കൊണ്ട് വന്നിട്ടാണ് സാർ ഈ സംഗതി പൂർണ്ണമാക്കി തീർക്കാനായിട്ടും കഴിഞ്ഞതെന്നുള്ളതാണ്. ഇത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് നേരത്തെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ നേരത്തെ ഇറങ്ങുമായിരുന്നു. സാറ് ഇപ്പൊ UK നിന്ന് വന്ന് മുൻകൈ എടുത്ത് സാറിനോടൊപ്പം ബെന്നി ആശംസ എന്ന് പറയുന്ന
പഴയ സീനിയർ ഡയറക്ടറും ഫെഫ്കയുടെ മെമ്പറും ഒക്കെ ആയിട്ടുള്ള സാറുണ്ട്. അവർ ചേർന്നിട്ട് ഈ അപ്പം കൂടെ ഷാൻസിയുടേതായിട്ടുള്ള ഹെൽപ്പുമായിക്കൊണ്ട് ഇത് ഇങ്ങനെ എന്നുവെച്ചാൽ അവിടെ പോയി പണിയെടുത്ത് പൈസ കൊണ്ടുവന്ന് മലയാളികൾക്ക് നമ്മുടെ ഇടയിലേക്ക് സിനിമ ഇറക്കിയത്. അത്രത്തോളം പാഷനാണ് തൻ്റെ സിനിമ ആദ്യത്തെ കുഞ്ഞ് അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടിയായ സിനിമ ഈ ഇറക്കാൻ, സ്വപ്നസുന്ദരി ഇറക്കാൻ വേണ്ടി ഡയറക്ടർ സാർ മനസ്സ് കാണിച്ചത്. റിയലി അപ്രീഷിയേറ്റ് യു. അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി തോന്നുന്നു. നന്ദി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഹായ്, എൻ്റെ പേര് ഷാർലറ്റ് സജീവ്. അപ്പം സ്വപ്നസുന്ദരിയെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി മൂവിയാണ് സാർ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്, ഇത് സെക്കൻഡ് മൂവിയാണ്. ഇതിൽ ഞാൻ നേഹ എന്ന ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. നേഹ എന്ന് പറയുമ്പം ഷാനു എന്ന് പറഞ്ഞാൽ ചേട്ടൻ അഭിനയിച്ച് പേരായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ കാണിക്കുന്ന നേഹ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അപ്പം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ബാക്കി ഈ പ്യുവർ ആയിട്ടുള്ള പ്രണയം വിജയിക്കുമോ ഇല്ലയോ എന്ന് ഈ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയുള്ളൂ എനിക്ക് പറയാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ആദ്യമേ എനിക്കൊരു അവസരം തന്ന ഫിലിപ്പ് സാറിന് നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ ഒരു നായകതുല്യ കഥാപാത്രം തന്നെ നിന്ന പ്രൊഡ്യൂസർ ഷാൻസി സലാമുണ്ട്. അടുത്തത് അത് പെട്ടെന്ന് റിലീസാവും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രജിത് കുമാർ സാറ്, പുള്ളി ഞാനും കൂടിയുള്ള മൂന്ന് സിനിമ അല്ലേ ടോട്ടൽ ചെയ്തു. അതിൽ നല്ലൊരു വേഷം എനിക്ക് മറ്റൊരു സിനിമയിലും വാങ്ങി തന്നു. ആലി എന്ന് പറഞ്ഞൊരു സിനിമ. അതുപോലെ പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയാണ് ഷാൻസി മാഡം ചെയ്തത്. ആലി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്തത് കന്യാകുമാരിയില്. കാസ്റ്റിംഗ് ഹെഡും പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എന്നോടൊപ്പം എന്നെ കഴിവുള്ള രീതിയിൽ താഴെയുള്ള ആർട്ടിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെ അതിലെ ക്യാരക്ടറായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. പിന്നെ ഇതൊരു ചെറിയ സിനിമയാണ്. ഈ ചെറിയ സിനിമയിൽ ഒരുപാട് പൈസക്ക് പ്രാധാന്യം ഇവർ പറഞ്ഞു. പക്ഷെ ഫിലിപ്പ് സാറ് എനിക്ക് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്, കുറേ ആളുകൾ സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൈസ ചോദിക്കും. 50,000 തരുമോ, 1 ലക്ഷം തരുമോ, 2 ലക്ഷം തരുമോ എന്നൊക്കെ. എത്ര പൈസക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരാളെ അതെ അതിലെനിക്ക് അദ്ദേഹത്തോട് വളരെ നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ ഞങ്ങൾക്ക്. അതെ. അപ്പോൾ പിന്നെ ഈ മീഡിയാസിനോട് എനിക്ക് നന്ദി പറയാനുള്ളത്, എൻ്റെ ബോച്ചയുടെ അപരനായിട്ട് നിങ്ങൾ എല്ലാവരും കേരളം മുഴുവൻ കറക്കി തന്നതിൽ വളരെയധികം നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് ശ്രീകൃഷ്ണൻ്റെ വേഷം ചെയ്തു. ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ അടുത്തുള്ള അമ്പലത്തിൽ അവർ ക്ഷണിച്ചു. ശ്രീകൃഷ്ണ വേഷത്തിലായിരുന്നു ഞാൻ പോയത്. അത് റിപ്പോർട്ടർ ചാനൽ മുതലുള്ള ഒരുവിധം സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. അപ്പോൾ എനിക്ക് അവസരം തന്ന ഫിലിപ്പ് സാറ് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഷെജിൻ ആലപ്പുഴ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. PR ആയിട്ടുള്ള മാത്രം ബന്ധമല്ല, പല സിനിമാ ലൊക്കേഷനിലും എനിക്ക് നല്ലൊരു ബന്ധമുള്ള ആളുകളാണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ പോലെയാണ് നമ്മളോട് പെരുമാറിയിരുന്നത്, ഒരു കൂട്ടായ്മയിലൂടെയാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ സ്വപ്നസുന്ദരി റിലീസാവുക, അതുപോലെ ഇത്തരം വേദികളിൽ ഇരിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതിൽ വളരെയധികം വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം വെച്ചാൽ അതൊക്കെ ഓരോ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും സ്വപ്നസുന്ദരി നല്ലൊരു വിജയമാകട്ടെ. അതിൻ്റെ ഭാഗമായി ഞാനൊരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. നായകന്മാരെ കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയിലുള്ള നല്ലൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് വിജയമാകട്ടെ. നന്ദി. ഹലോ, എൻ്റെ പേര് മനീഷ മോഹൻ. ഞാൻ സ്വപ്നസുന്ദരിയിൽ കരീഷ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തത് സാനിഫിൻ്റെ പേരായിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഫിലിപ്പ് സാർ ആണെങ്കിലും രജിത് സാർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു മൂവിയാണ്, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ മൂവിയാണ് എൻ്റെ. ഇത് കോവിഡിന് മുമ്പ് ചെയ്ത മൂവിയാണ്. ലൈക്ക് ഒരു 5 years ആയിട്ടുണ്ട് അല്ലേ?
അപ്പോൾ 5 years ആയിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ചെയ്ത എൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അപ്പോൾ ക്രൂ ആയിക്കോട്ടെ, ഫിലിപ്പ് സാർ ആയിക്കോട്ടെ, എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എന്നെ താങ്ക് യു സർ, കാരണം സാറാണ് എനിക്ക് നല്ലൊരു ക്യാരക്ടർ എന്നത്. അതേപോലെ ഈ പടത്തിൽ എന്നെ ആദ്യം വിളിച്ചത് തന്നെ ഷാൻസി മാം ആയിരുന്നു. താങ്ക് യു. അപ്പോൾ ഇപ്പൊ ഞാൻ വേറെ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളത്തില്. അതായത് കോവിഡ് മുമ്പ് എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ട മനസ്സിലാവില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എന്നെ കണ്ട അധികം ആൾക്കാർക്ക് മനസ്സിലാവില്ല മൂവിയിൽ. ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാനിഫ് അലി എന്നാണ്. ഞാൻ ഈ പടത്തിൽ ഷാനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഫിലിപ്പ് സാറിനോട് നന്ദി പറയുന്നു. അതേപോലെ പ്രൊഡ്യൂസർ, നമ്മുടെ കൂടെ അഭിനയിച്ച ആൾക്കാർ, ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനോടും നന്ദി പറയുന്നു. കാര്യം നമ്മളൊരു ഒന്നുമില്ലാതെ ഒരു എന്താ പറയുക, ബഡ്ജറ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പടം, ചെറിയൊരു പടം ആയിരുന്നു. അപ്പം എല്ലാവരും സഹകരിച്ച് ഈ ഒരു പടത്തിനെ തിയേറ്റർ വരെ എത്തിക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം സാറിന് ഈ ഒരു സ്ട്രഗിളിൽ കുറെ എന്താ പറയാ, ഇവിടുത്തെ ജോബ് വിട്ട് പുറത്ത് പിന്നെ വർക്ക് ചെയ്യുക, കാശ് ഉണ്ടാക്കുക, പിന്നെ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാര്യം കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇതില്, പിന്നെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റും അതേപോലെ നമ്മളെ പോലെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റും. അപ്പം എല്ലാവരും ഈ ഒരു പടത്തിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീറാം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, നിങ്ങൾക്കറിയാം, ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി. സോ കോവിഡ് സമയത്ത് ജോലി പോയി നാട്ടിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വേറൊരു റഹീം പനൂർ എന്നൊരു വ്യക്തി വഴി ഞാൻ ഫിലിപ്പ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു ഫിലിപ്പ് സാറിനെ കണ്ടത്. അപ്പോൾ ഫിലിപ്പ് സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സെൽവൻ എന്നൊരു സെക്കൻഡ് ഹീറോ ക്യാരക്ടർ ഉണ്ട്, ഒരു തമിഴ് ബേസ്ഡ് ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ച് താടിയൊക്കെ നന്നായിട്ട് വളർത്തി കുറച്ച് ബൾക്കി ആയിട്ടിരിക്കണം എന്നിങ്ങനെ സാറ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആ രീതിയിൽ മാറ്റം വരുത്തി. അങ്ങനെ പിന്നെ മൂന്നാറിൽ ഷൂട്ടിന് വന്നു. അപ്പോൾ സാനിഫ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ വന്നത്. കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ടേക്കിൻ്റെ ഇടയിൽ ഇപ്പം ഞാനും ഷാനും കൂടെ രാവിലെ സാനിഫും കൂടെ ചെന്ന് രാവിലെ മേക്കപ്പ് ഇട്ടിരിക്കും. രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ എൻ്റെ മടി കിടന്ന് എവിടെ ഉറങ്ങും, അവൻ്റെ മടി കിടന്ന് ഞാൻ ഉറങ്ങും. ഞങ്ങൾ കടത്തന്നെ ഒരുമിച്ച് ഇരിക്കും. ഇതൊക്കെ തന്നെ സ്ഥിരം ഇതുള്ളത്. അപ്പം പിന്നെ ഫുഡ് എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു, നമുക്കതിന് പരാതിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കിയതാണ് നമ്മൾ ആ സിനിമയുടെ കൂടെ. ഞാനാണെങ്കിലും സാനിഫ് ആണെങ്കിലും ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആണെങ്കിലും സഹകരിച്ചത്. എൻ്റെ ഫ്രണ്ടായിട്ടാണ് മിസ്റ്റർ നിഷാദ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പ് സാറിൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. കാരണം അത്രയും ഇതുണ്ടായിട്ട് പോലും ഷൂട്ടിംഗ് ഒരു ഇതുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് 4 to 5 years ആയി. സോ ഇത് ഇറങ്ങത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം ഇത്രയും സമയം എടുത്തതുകൊണ്ട്. സോ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു 2-3 weeks ഐ തിങ്ക് അത്രയും സമയം തോന്നുന്നു. സാറ് ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണ്. കാരണം ആക്ച്വലി ഞാനായാലും സാനിഫ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ടച്ച് വരെ വിട്ടുപോയി. കാരണം വെച്ചാൽ ഈ സിനിമ ഇനി ഇറങ്ങില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ പെട്ടെന്നൊരു ഇത് വന്ന് സാർ ആക്റ്റീവായിട്ട്, സാറ് നേരത്തെ രജി സാറൊക്കെ പറഞ്ഞ പോലെ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി തിരിച്ചു വന്നു. കാരണം സാർ അന്നേ പറയുമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ പടം റിലീസ് ചെയ്യും എപ്പോഴെങ്കിലും എന്ന് സാറ് പറഞ്ഞു. പക്ഷെ ആ സാറിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി അറിയിക്കുന്ന ഫിലിപ്പ് സാറാണ്. കാരണം ഈ സിനിമ ഇറങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് സാർ ഒരാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഷാൻസി മാഡം ആണെങ്കിലും ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നമുക്ക് കൂടെ നടന്നു. ഞങ്ങൾ എല്ലാവരുടെയും ഒരു അമ്മയെ പോലെയായിരുന്നു. അതായത് ഞങ്ങൾ കുറെ ആൺകുട്ടികൾ പെൺകുട്ടികളെ എല്ലാവരെയും ഒരു ഗൈഡിനെ പോലെ കൊണ്ടുനടന്നത് ഷാൻസി മാഡം ആയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും കഷ്ടപ്പാടും ഒക്കെയാണ്. അതുപോലെ ഞാൻ ജിൻഡോയുടെ ഫൈറ്റൊക്കെയാണ്, ജിൻഡോ വന്നിട്ടില്ല. അങ്ങനെ ജിൻഡോ ഇടിയൊക്കെ കിട്ടി. അപ്പൊ എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്. സോ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞാൻ ചോദിക്കുകയാണ്. സോ ഈ അവസരം എനിക്ക് തന്ന ഫിലിപ്പ് സാറിനും ഷാൻസി മാഡത്തിനും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സിനിമ എന്ന സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൽ ഇറങ്ങിത്തിരിക്കുന്നവരും കുറെ പേരുണ്ട്, പകുതി വഴി കിട്ടച്ചു പോകുന്നവരുണ്ട്, അറ്റം കാണാതെ പോകുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു കാര്യക്ക് എത്തിച്ചിട്ട് രക്ഷപ്പെടാതെ പോയവരുണ്ട്, രക്ഷപ്പെടുന്നവരുമുണ്ട്.
ഇത് ഈ പ്രോജക്റ്റ് പകുതിക്ക് നിന്നിട്ട് പിന്നെയും പോയി ഞാൻ ചെയ്യും എന്നൊരു ഡിറ്റർമിനേഷൻ അത് എല്ലാവർക്കും വരാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇറക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? എന്റെ ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു എന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പം ഞാനൊരു മാത്സിലാണ് ഡിഗ്രി ചെയ്തത്. പിന്നെ അതിൽ തന്നെ ഞാൻ PhD ചെയ്യുകയും B.Ed ചെയ്യുകയും പിന്നെ ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ ത്രോ കൊണ്ട് ഞാനൊരു BSc എക്സാം എഴുതി ഒരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അധ്യാപനമായിട്ട് കയറി. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 30 വയസ്സ് താഴെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപനമായിട്ട് കയറി. അപ്പോഴും എന്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഒരു തിരുവല്ലയിൽ ഒരു പഴയ കിടന്നൊരു തിയേറ്റർ, ജേക്കബ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ എടുത്ത് റിനോവേറ്റ് ചെയ്ത് ഞാൻ റിനോവേറ്റ് ചെയ്ത് അതൊരു ഇപ്പോൾ 4K തിയേറ്ററാണ്. അങ്ങനെ ഒരു തിയേറ്ററാക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾ ആ തിയേറ്റർ തുടങ്ങിക്കൊണ്ടാണ് തിരുവല്ലയിൽ ആശീർവാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് ഒരു തിയേറ്റർ, ചിലങ്ക തിയേറ്റർ റിലീസായി. അങ്ങനെ ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ പിന്നെ അടുത്തൊരു ആഗ്രഹമായിരുന്നു ഒരു സിനിമ ഡയറക്ഷൻ എന്നുള്ളത്. അങ്ങനെ ഞാനും ഷാൻസി ചേച്ചിയും അടക്കമുള്ള ഒരു ഞങ്ങളുടെ സംഘടനയുണ്ട്, മലയാള ചലച്ചിത്ര പ്രേക്ഷക സമിതി എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് എല്ലാ മാസങ്ങളിലും മീറ്റിംഗ് കൂടും. കോവിഡ് സമയത്ത് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഒരു സിനിമ ചെയ്യാനുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു പൈസ ഒന്നുമില്ല, ആകെപ്പാടെ ഒരു ചെറിയൊരു 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ അത്ര ഒരു പൈസ ഉള്ളൂ. അത് വെച്ച് ഞങ്ങൾ തുടങ്ങിയ ഒരു സിനിമ 35 ദിവസം ഷൂട്ട് ചെയ്തു, വിദേശത്ത് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ ബ്രേക്ക് ആവാതെ ഞങ്ങൾ തന്നെ പൈസ കണ്ടെത്തി ആ സിനിമ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ബാക്കി പിന്നെ ഒരു 10, 15, 20 ലക്ഷം രൂപ നമുക്ക് വേണം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. എൻ്റെ ആരുടെയും പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ആ സിനിമ നിന്നുപോയി. അതിനുശേഷം ഞാനും വിദേശത്ത് പോയി. ഞങ്ങൾ വൈഫും വിദേശത്ത് സെറ്റിലായപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സിനിമ ഇറക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് ഫണ്ടർമാരെ കിട്ടി. പിന്നെ സിനിമ കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. നമ്മൾ അറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമ അത് തിയേറ്ററിൽ എത്തുക മാത്രമല്ല, അത് നമുക്ക് മുടക്കിയ പൈസയും തിരിച്ചു കിട്ടണം. അപ്പം അങ്ങനെ നമ്മൾ കുറേ ആളുകളുമായിട്ട് സഹകരിച്ച് ഈ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ടെന്നും ഇതിന്റെ പാട്ടുകൾ തന്നെ നമ്മൾ 2004 വർഷം മുമ്പ് ഇറക്കിയാണ്. ഒരു പാട്ട് അന്ന് തന്നെ 1 മില്യൺ ആയി. ഈ സാനിഫും ഈ മനീഷയും ഷാർലറ്റും വിളിച്ച അരികത്തായി അഴകുന്ന പാട്ടുകൾ പള്ളി കേട്ടു ഹിറ്റ് പാട്ട്. അരികത്തായി അഴകുക ജസ്റ്റ് ലിറിക്കൽ വീഡിയോ മാത്രമല്ല, നമ്മളത് കളറിങ് ചെയ്യാതെ ജസ്റ്റ് വിഷ്വൽസ് വെച്ച് ലിറിക്കൽ വീഡിയോ ചെയ്തു. അന്ന് അത് 1 മില്യൺ പ്ലസ് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി രജിസ്ട്രാർ എപ്പോഴും പറയുവായിരുന്നു നമുക്ക് ഈ സിനിമ ഇറക്കണം. അങ്ങനെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പല സുഹൃത്തുക്കളും എൻ്റെ പല സുഹൃത്തുക്കളും ഞങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ഇപ്പോൾ ഈ സിനിമ നമ്മൾ ഷാൻസി ചേച്ചിയും ഒക്കെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഈ സിനിമ നമ്മൾ അവസാന നിമിഷം നമ്മൾ എത്തി. ആദ്യം വിചാരിച്ചു 10 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സിനിമ അതിന്റെ ഒരു ടെക്നീഷ്യൻ പുറകെ നിന്നത് കരൺ പ്രസ്ഥാനെ പോലെയുള്ള വലിയ ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ വിശ്വാസം, വിവേകം പോലുള്ള വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നമുക്ക് കിട്ടി. നമ്മുടെ സുഹൃത്തുക്കളുടെ പുറത്ത് നിസ്സാര പൈസയ്ക്ക് അവരൊന്നും ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോഴേ നമ്മൾ ആ സിനിമ നമ്മൾ വലിയ റിലീസിലേക്ക് പ്ലാൻ ചെയ്യുകയും അതിന്റെ ഒരു ട്രെയിലർ നമ്മൾ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഇത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമല്ലോ അറിയണമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പാട്ട് നേരത്തെ ഇറക്കിയ വെറും 30,000 വ്യൂസ് മാത്രം നല്ല പാട്ട് അജി മഷാദ് പാടിയ ചന്ദ്രമഴ വഴി വന്നുള്ള പാട്ട് നമ്മൾ യൂട്യൂബിൽ വീണ്ടും നമ്മൾ അതിന്റെ വീഡിയോസും കിട്ടും. അതൊരു 3 ലക്ഷം പേര് കണ്ടു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഇത് ജനങ്ങൾ കാണുമോ ഇല്ലയോ അറിയാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ട്രെയിലർ ഇറക്കി. ട്രെയിലർ നമുക്കൊരു അന്ന് ഡേ 1 തന്നെ അത് ട്രെൻഡിങ് ആയിരുന്നു. ഡേ 1 തന്നെ അത് 8 ലക്ഷം പേര് കണ്ടു. അന്ന് പറയുന്ന മെയിൻ സിനിമയ്ക്ക് പോലും ആദ്യത്തെ ദിവസം 8 ലക്ഷം പേര് കാണുന്നില്ല. അതിപ്പോൾ 13-14 ലക്ഷം പേരോട് വായിച്ചിട്ടുണ്ട് ട്രെയിലർ. അടുത്ത് ഒരുപാട് തെരുവിളിയുണ്ട്, ഒരുപാട് പോസിറ്റീവ് കമന്റ്, നെഗറ്റീവ് കമന്റും ഉണ്ട്. പക്ഷെ അപ്പം നമുക്ക് മനസ്സിലായി ഈ സിനിമ കാണാൻ വേണ്ടി ഒരു വലിയൊരു ജന വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു. ഡേറ്റ് അനൗൺസ് ചെയ്തു, സെൻസറിങ് കൊടുത്തു. സെൻസറിങ് നമുക്ക് പ്രത്യേകം നമ്മളെ സിനിമയൊക്കെ ഒരു ഇതില്ലാത്ത പ്രത്യേകം ജസ്റ്റ് ഒരു മദ്യപാന സിനിമ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് 13+ കിട്ടി. അത് കട്ടിയാണെങ്കിൽ യു കിട്ടിയാൽ 13+ കിട്ടി. നമുക്ക് സിനിമ അല്ലാതെ മറ്റേ ഫാമിലി കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പം 13+ ഇത് കിട്ടി. അതെല്ലാം ബെന്നിച്ചേട്ടൻ ആശംസയാണ് ചെയ്തു തന്നെ. അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടത്തി. ഇപ്പം നമ്മൾ തിയേറ്ററിൽ എത്തിയാണ്. നമ്മൾ ആദ്യം 30 തിയേറ്ററാണ്. 10 കഴിഞ്ഞ് 30 ആയി. അവസാനം ഇന്നലെ ഞാൻ 44 തിയേറ്ററിൽ ലിസ്റ്റ് ഇട്ടു. ഇന്നും തിയേറ്റർ ഇപ്പം സെക്കൻഡ് തിയേറ്റർ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50-55 തിയേറ്റർ ആയിട്ടുണ്ട്. നാളെ മിക്കാൻ റിലീസ് ആകുമ്പോൾ 60 തിയേറ്റർ ആയിരിക്കും. നാളെ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ 100 തിയേറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിന്റെ. അപ്പോൾ ഈ സിനിമ നിങ്ങളുടെ സഹകരണമാണ്. നിങ്ങൾ ഈ സിനിമ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ കൊടുക്കുക. ഈ സിനിമ ഒരു വൻ വിജയമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതൊക്കെ യുവ കോമളന്മാരല്ലേ നമ്മളെ സിനിമകൾ വിജയിപ്പിച്ചെങ്കിൽ ഇവർക്ക് അടുത്ത അവസരങ്ങളും കൊടുക്കാൻ പറ്റുന്നു. പോലെ പല സിനിമകളും ഈ പറഞ്ഞ ചെറിയ ബഡ്ജറ്റിലും പല സിനിമകളും ഇപ്പോൾ ഹെവി ബഡ്ജറ്റുള്ള സിനിമകളുണ്ട്. ചെറിയ പറഞ്ഞ പോലെ 25 ലക്ഷത്തിനൊക്കെ സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊക്കോട്ടിരിക്കുമ്പോൾ 100 കോടി 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെവി ബഡ്ജറ്റിൽ താരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ലോ ബഡ്ജറ്റിൽ സിനിമകൾ ഇറക്കാൻ തുടങ്ങുന്നത് ചെറിയൊരു കാര്യമില്ല. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്ര നാൾ തിയേറ്ററുകളിൽ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം.
ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി അന്ന് വൈകുന്നേരത്തോട് വാഷ് ഔട്ട് ആകുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് സ്വപ്നസുന്ദരി? അവന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് നിപിൻ. ഏത് ചാനൽ? ഹോട്ട് ആൻഡ് സോഫ്റ്റ് TV. ചുമ്മാ അറിയാൻ വേണ്ട, കാരണം നിങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമല്ലോ. അപ്പം ആളിനെ ഓർത്ത് വെച്ചാൽ എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് എന്തായാലും പ്രത്യേകമായിട്ടൊരു അവസരം കൊടുക്കാൻ ഞാനും കൂടെ ശ്രമിക്കുമല്ലോ. നിപിൻ, അതെ. ഇപ്പൊ ചോദിച്ചു ചെറിയ പടങ്ങൾ എത്ര നാള് തിയേറ്ററിൽ നിൽക്കും എന്ന്. നമ്മുടെ പടത്തിന്റെ ഞാൻ മനസ്സിലാക്കിയ ഒരെണ്ണം, എനിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. ബിഗ് ബോസിന് ശേഷം ഞാൻ എൻ്റെ ജോലി കാലടി ശങ്കര കോളേജിൽ അധ്യാപക ജോലി 5 വർഷം, ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യേണ്ട ആളാണ്. 5 വർഷം 1.25 കോടി രൂപയും സാലറി നിസാരമായി എഴുതി കളഞ്ഞിട്ട്. കാരണം അന്ന് ലാലേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും അറിയാം, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞാണ് അടുത്ത 2 പടത്തിൽ എനിക്ക് അവസരം തരാമെന്ന്. പക്ഷെ അത് നാളിതുവരെ നടന്നില്ലെങ്കിലും അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, പറഞ്ഞ വാക്ക് പാലിക്കും. എൻ്റെ വാട്സപ്പിലുണ്ട്, ഞാൻ ഇടുന്നതിനൊക്കെ മറുപടി അയക്കാറുണ്ട്. തീർച്ചയായും ഞാൻ ഒരുപക്ഷെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ തരുമായിരിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് എനിക്ക് ഒരു മടിയും കൂടാതെ എൻ്റെ അമ്മ 2019 മെയ് 23 എന്നെ വിട്ടുപോയി. പിന്നെ അമ്മയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ അവാർഡുകളും അംഗീകാരങ്ങളും ക്ലാസ്സുകളും എല്ലാം എടുത്ത് ഷൈൻ ചെയ്തുകൊണ്ട് നടന്നത്, അമ്മയെ സന്തോഷിപ്പിക്കും. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തിനാ ജോലി, സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ നോക്കാം, ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 2021 ഞാൻ കോളേജ് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ ഇറങ്ങി. 5 വർഷം കൊണ്ട് ഫുൾ ടൈം ഇതിൻ്റെ പുറകെ പല മേഖലകളിൽ നടക്കുന്നു. 4 സിനിമകളുടെ AD ആയിരുന്നു, ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു, ഒരു പടം കാസ്റ്റിംഗ് ഹെഡായി ചീഫായിട്ട് വർക്ക് ചെയ്തു. അതിലാണ് ഈ അവസരം കൊടുത്തത്. ഇത് പറയാൻ കാരണം ഈ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി വരണമുണ്ട്, എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിനേക്കാൾ പ്രധാനം എങ്ങനെ മേക്ക് ചെയ്യുന്നു, എത്ര സ്ക്രിപ്റ്റിന്റെ ബലം, എത്ര ഡയറക്ടർ അത് ഏത് രീതിയിലാണ് മേക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ജനത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ എത്രയോ 100-200 കോടി എത്രയോ കോടികൾ ചെലവാക്കിയ പടങ്ങൾ വമ്പൻ പരാജയങ്ങളായി അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയണ്ടല്ലോ. അല്ലാതെ തന്നെ അറിയാം, സൂപ്പറായിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ചെയ്ത് വലിയ കോടികൾ ചെലവാക്കിയ സിനിമകൾ ഇവിടെ വമ്പനായിട്ട് പൊളിഞ്ഞു. എന്നാൽ വാഴ പോലെയുള്ള ചില പുതുതലമുറ കുട്ടികളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെയ്ത അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ചെറിയ പടം സൂപ്പറായിട്ട് വിജയിച്ചു. വാഴയിലുള്ള കഥ നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ മേക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് ആ പടം ഹിറ്റായത്. ശരിയല്ലേ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ്, ഇതിപ്പോ നമ്മൾ മറ്റു കണ്ട് അത് ചിന്തിക്കുന്നതിന് മുമ്പ് അത് അടുത്ത ഫ്രെയിമിലേക്ക് പോയി അങ്ങനെ പടപടപടപടേന്ന് സാധനം കഴിഞ്ഞു പോകരുത്. കാരണം ഭാവിയിൽ എനിക്കും ഡയറക്റ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംഗതികളെല്ലാം നോക്കുന്നത്. അപ്പം ചെറിയ ബഡ്ജറ്റിൽ നല്ല പടങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് നല്ല പ്രൊഡക്ഷൻസ് ചെയ്യാൻ, നല്ല പടങ്ങൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബിസിനസ് മേഖലയുമാണ്. ആ വലിയ 10 കോടി ചെലവാക്കി ഒരു പടം എടുക്കുന്ന സ്ഥലത്ത് 10 കോടി ചെലവാക്കി 10 സിനിമകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ 100ഓളം പുതിയ തലമുറ ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ കൊടുക്കാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും പറ്റും. ഇവിടെ കൂടുതൽ പൈസ പലപ്പോഴും ചെലവാകേണ്ടി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. സിനിമ എടുക്കുന്നതിനെ പോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ പോസ്റ്ററുകൾ അടിക്കുകയും നമ്മൾ കട്ടൗട്ടറും അത് ഹോൾഡിങ്ങുകളും അങ്ങനെ എല്ലാ പ്രൊമോഷൻ വർക്കുകൾ ചെയ്തു വരാൻ ഭീകരമായ പൈസ ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വലിയ ബോർഡുകളോ ഹോൾഡിങ്ങുകളോ ഒന്നും ഞങ്ങളുടെ ഈ സ്വപ്നസുന്ദരി സിനിമയ്ക്കില്ല. പകരം നിങ്ങളെന്ന് പറയുന്ന ഹോൾഡിങ്ങുകളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം ആ തരത്തിൽ ചെറിയ രീതിയിലാണ് അത് കണ്ടത്. അപ്പം നമ്മൾ വലിയ പടം വലിയ ബഡ്ജറ്റിൽ എടുക്കാം, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റി പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത പടങ്ങളും ഇവിടെ സൂപ്പർ ഹിറ്റുകൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പണം ചെലവാക്കുന്നതിനേക്കാൾ വേണ്ടി വരുന്നത്, ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റ് മൂല്യമുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ പോയി, പല രാജ്യങ്ങളിലും പോയി വലിയ ആർട്ടുകളൊക്കെ ചെയ്തു വരുന്ന വമ്പൻ പടങ്ങൾക്ക് തീർച്ചയായിട്ടും കോടികളുടെ ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ ചെറിയ പടങ്ങളുടെ പ്രൊഡ്യൂസർമാർ മനസ്സ് കാണിക്കുന്നു. അതുകൊണ്ട് ചെറിയ പടമാണെങ്കിലും സ്ക്രിപ്റ്റ് വർക്ക് എങ്ങനെയുണ്ട്, അതിൻ്റെ മേക്കിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ജിൻഡോ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജിൻഡോ ഒരു താരതമ്യേന അധികം പടത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ജിൻഡോയെ എന്റെ അഭിനയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ജിൻഡോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മുമ്പ്, അന്ന് ഞാനാണ് ബിഗ് ബോസ് കഴിഞ്ഞത്, ഞാൻ സീസൺ 2 കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സാറ് എന്നെ വിളിക്കുകയും ഞാൻ അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. ആ സമയം ജിൻഡോ ബിഗ് ബോസിന്റെ ആളല്ലായിരുന്നു.
പക്ഷെ ജിൻഡോ ആറാടിയ ഒരു സിനിമയാണ്. ജിൻഡോ അഴിഞ്ഞാടിയ ഒരു സിനിമ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് ആണ് ഞാൻ രസകരമായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതില്ലേ. കാരണം നമ്മൾ എന്റെ മോനെ ജിൻഡോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നല്ലേ നീ ചോദിച്ചത്. അതിന് ഏറ്റവും ബെസ്റ്റ് വാക്കാണ് ഞാൻ പറഞ്ഞത്. പലരും ഇപ്പം പറയുന്നു ജിൻഡോ നേരെ ചെയ്യൂല, ജിൻഡോ അങ്ങനെ ചെയ്യില്ല, ജിൻഡോ പെർഫോമൻസ് മോശമാണ്, ജിൻഡോ മസിൽ പിടിച്ചിരിക്കുന്നു. പക്ഷേ സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമ നീ ഒന്ന് പോയി കണ്ടുനോക്ക്. ജിൻഡോയും ഡോക്ടർ ഷിനു ശ്യാമളനും കൂടെ പെർഫോം ചെയ്തിരിക്കുന്ന ഓരോ ഫ്രെയിമുകളും കണ്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീച്ചു പോകും. ആ കണക്കിന് ആറാടിയ പടമാണ് ജിൻഡോ. ജിൻഡോ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ജിൻഡോയുടെ പല കഴിവുകളും പുറത്ത് നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജിൻഡോ ബിഗ് ബോസിൽ കണ്ട ജിൻഡോ അല്ല, നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അന്ന് ഈ ബിഗ് ബോസിന്റെ ഇമേജ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ബിഗ് ബോസിന്റെ ഇമേജ് ഉണ്ട്. രണ്ട് തരമാണ്. പറഞ്ഞ് മനസ്സിലായോ? ആ ഇമേജ് എനിക്ക് അപ്പോഴും ഇമേജ് ഇല്ല, ഇപ്പോഴും ഇമേജ് ഇല്ല. ഞാൻ അങ്ങനെ ഇമേജ് നോക്കുന്ന ആളല്ല. കാരണം ഞാൻ വളരെ ലോയിൽ നിന്ന് താഴെ നിന്ന് കയറി വന്ന ആളാണ്. ഞാൻ എപ്പോഴും ആ താഴത്തെ തട്ടിലെ ആൾക്കാരുടെ കൂടെ നിൽക്കാനും കൂടാനും കമ്പനി കൂടാനും നടക്കുന്ന ആളാണ്. നമുക്കൊരു ഇമേജിന്റെ ചട്ടക്കൂട്ടുകളും താല്പര്യമില്ല. സാധാ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പം ജിൻഡോക്ക് ഇമേജുകളുണ്ട്. പക്ഷെ അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പോസിറ്റീവാണ് പറയുന്നത്. ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ജിൻഡോയിൽ നിന്ന്. ഈ സ്വപ്ന സുന്ദരിയിൽ ജിൻഡോ അഭിനയിച്ച ആ പെർഫോമൻസ് ലെവലിൽ ഇപ്പൊ ജിൻഡോ എന്നോടൊപ്പം 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമ, ദേവത എന്ന് പറയുന്ന സിനിമ, അതിൽ ഞാനാണ് വില്ലൻ ദേവതത്തിൽ. അപ്പൊ ഈ സിനിമകളിലൊക്കെ ജിൻഡോയുടെ പെർഫോമൻസ് ഞാൻ നോക്കിയപ്പോൾ സ്വപ്ന സുന്ദരിയിൽ കണ്ട അത്രത്തോളം റേഞ്ചിലേക്ക് ജിൻഡോ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബിഗ് ബോസിന് മുമ്പ് ജിൻഡോ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷം നമുക്കിനി ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ആ സിനിമകൾ. അതുകൊണ്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തതായിരുന്നു അല്ലേ സാറേ? ഡാൻസ് പോലും ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ ജിൻഡോ കാലൊക്കെ തൂക്കി കോരിയൊക്കെ അടിച്ചു അല്ലേ? ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഡാൻസും ഡ്യൂറ്റുകളും പിന്നെ വെള്ളത്തിൽ ചാട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് എന്താ പറയാ, നല്ല അടിപൊളിയായിട്ട് ആണ് ജിൻഡോ ചെയ്തിരിക്കുന്നത്. ജിൻഡോ അതിന് കുറച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ രസകരമായി അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് യഥാർത്ഥ വില്ലൻ ആര് എന്നുള്ളത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സെൻട്രൽ അല്ലെങ്കിൽ നായകന്മാർ ആരൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും. വില്ലൻ എന്ന് തോന്നിപ്പിക്കുന്ന ലുക്കിനകത്ത് ഉള്ള ആള് പാവമാണോ നിരപരാധിയാണോ അതോ വേറൊരാളാണോ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്തിരിക്കുന്നത്? അതാണ് ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സസ്പെൻസ് അങ്ങ് പോകും. അപ്പം ചിലപ്പോൾ നമ്മൾ ക്രൂരൻ എന്ന് കാണുന്ന ആളായിരിക്കണമെന്നില്ല യഥാർത്ഥ ക്രൂരൻ അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് നോക്കിയാൽ നെവിൻ എന്ന് പറയുന്ന പയ്യനെ നമ്മൾ ആദ്യം എന്നെ സംബന്ധിച്ച് ഞാൻ കണക്ട് ചെയ്ത് തന്നെ പറയാം. കണക്ട് ചെയ്ത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴത്തെ സീസൺ 7 നെവിനെ എനിക്ക് ആദ്യം ഇഷ്ടമില്ല. ഇതെന്തോന്ന് ചാട്ടം ബഹളം എന്നുള്ളത്. ഇപ്പം ഞാൻ നെവിൻ്റെ ഭയങ്കര ഫാനായിട്ട് നെവിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാന്ന് ആലോചിച്ച് ഒറ്റയാൾ പട്ടാളം പോലെ ഞാൻ നെവിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം ഒരാളിൻ്റെ ലുക്കിലല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്ക് ഇടേണ്ടത്. അതിൽ ആ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വില്ലനാണോ അതോ നായകനാണോ ആരാണ് അതിലെ വില്ലൻ എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏറെ നല്ലത്. ഇതങ്ങ് പറഞ്ഞു പോയാൽ അതിൻ്റെ 3-4 സസ്പെൻസുകളിൽ ഒരെണ്ണം വെളിയിലായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഈ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ഈ പ്രൊമോഷന് വരാനുള്ള ഒരു കാരണം എന്താണ്? പ്രൊമോഷണൽ ടിപ്സ് ആയിട്ടാണ്. അതായത് ഇത് ഔട്ട് ചെയ്യുമ്പോൾ പേശകടയില് ഒരു സെന്റിമെന്റൽ വർക്കൗട്ട് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യും എൻ്റെ മോനെ, നീ ഒരു കാര്യം ചെയ്യും. എൻ്റെ എക്സ്റേ ഓൾറെഡി ഞാൻ എടുത്തോണ്ടില്ല. നീ ഒരു പിച്ചാത്തിയ വെട്ടുകത്തിയ ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എൻ്റെ കാലിൻ്റെ വീഡിയോ എടുക്കുക. ഇത് ശരിയാണെങ്കിൽ മാത്രം ഇപ്പോഴത്തെ ചില താരങ്ങൾ കാണിച്ചു ബിഗ് ബോസിലുള്ള നിങ്ങളുടെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന പോലെയുള്ള ഉഡായിപ്പല്ല ഈ സാധനം. ഇതെന്ന് പറയുന്ന ഒറിജിനൽ ആണെന്ന് ഞാൻ നിങ്ങളെല്ലാം കണ്ടു കാണും. നമ്മുടെ ജോമോൻ ജോഷിയും ദാസേട്ടൻ കോഴിക്കോടും കൂടെ കുറച്ച് നാളിന് മുമ്പ് എന്നെ ചുമന്നുകൊണ്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? കണ്ടില്ലേ? സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു. ഇങ്ങനെ തോന്നുന്നത് തൃശ്ശൂർ ആ ഷൂട്ട് നടന്ന സമയത്താണ്. ഇത് ഉണ്ടായ സമയത്തും വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. ഞാൻ നല്ല നന്ദിയുള്ള ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ അൽസേഷ്യൻ പട്ടിയെ പോലെയുള്ള ഒരു നല്ല പട്ടി എന്ന് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും എന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ അധികം പേർക്ക് നന്ദിയില്ല എന്ന്.
പക്ഷെ എനിക്ക് നന്ദി കുറച്ച് കൂടുതലാണ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ചെയ്ത ആദ്യത്തെ പടമാണ് സ്വപ്നസുന്ദരി എന്ന് പറയുന്ന പടം. 2, എൻ്റെ ഇനിയുള്ള ചോറ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഒടിഞ്ഞു കിടന്നത് കഴിഞ്ഞ മാസം 12-ാം തീയതി തൃശ്ശൂർ ഷൂട്ടിങ്ങിൽ വെച്ച് എനിക്ക് പറ്റിയ ആക്സിഡൻറ്റ് സോഷ്യൽ മീഡിയയിലുള്ള പലരും അറിഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതി, ഒരാഴ്ച കൂടെ ഉണ്ട്, 60 ദിവസം 2 മാസമാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇന്ന് എത്ര 48 50 ദിവസമോ, അടുത്ത ആഴ്ചയാകുമ്പോൾ പ്ലാസ്റ്റർ എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു പോകും. അപ്പം എനിക്ക് ഒരു വിധമെങ്കിലും ഇവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. ഷെജിൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പം ഞാൻ വീഡിയോ കോളിലൂടെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഒരു 45 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കാലൊന്ന് അമർത്താവൂ എന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്നലെ ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് രാവിലെ കാറ് ട്രിവാൻഡ്രത്തേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ഇന്നോവ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് എന്നെ എടുത്ത് കൊണ്ടുവരാം. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ വരുമ്പോൾ ഈ റോഡ് കാരണം, ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി വന്ന് YMCAയിൽ റൂമെടുത്ത് അവിടെ കിടന്നിട്ട് ഇന്ന് ഈ നിങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥയെ നീ വെറും പുറം കാലം കൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞല്ലടാ മോനെ. ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥയോടെ പെരുമാറുന്ന പലർക്കും പലപ്പോഴും വിലയില്ലാതെ അവർ അഭിനയമാണോ എന്നൊരു ചോദ്യമാണ്. നീ അഭിനയമാണോ എന്നുള്ള ചോദ്യമാണ് ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത്. നീ അത് ചോദിച്ചത് കൊണ്ട് ഐ ലവ് യുടാ, സത്യമാണ്. അത് പറയും. അതങ്ങനെ ഇവിടെ സാത്താന്റെ സന്തതികൾ കുറെ എണ്ണം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന്റെ സന്തതികളും ഉണ്ട്, സാത്താന്റെ സന്തതികളും ഉണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്താൽ കുറ്റം പറയുന്നവരുണ്ട്, മോശം ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? 5 വിരലും 5 പോലെയല്ലേ? പക്ഷെ ഇത് സത്യമാണ്. പിന്നെ രജിത്തേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ 18 വർഷം കൊണ്ട് കൃത്യം ഇപ്പം ബിഗ് ബോസിന്റെ ഓരോന്ന് പറയുന്നില്ല, ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പ്രൊമോഷൻ അന്ന് സീസൺ 2-ൽ നടത്തിയിട്ടുണ്ടായിരുന്നെന്ന്. ചുമ്മാ ഓരോ ഗുണ്ട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഉണ്ട്. എന്താ പ്രൊമോഷൻ പോലും അറിഞ്ഞുകൂടാത്ത കാലത്താണ്. നമ്മളോട് വിരോധമുള്ളവർക്ക് നമ്മൾ അത് തന്നെ. ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് പോലെയുള്ള സംഭവമാണ്. ഈ സിനിമയിൽ അസൂയുള്ളവർക്ക്, സ്വപ്നസുന്ദരി സിനിമയിൽ അസൂയുള്ളവർക്ക് അതിനകത്ത് തെറ്റും കുറ്റവും കണ്ടുപിടിക്കും. ഇപ്പൊ സീസൺ 2 നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ സീസൺ 2-ൽ നമ്മൾ കണ്ടാണ് നമ്മുടെ അനിമോള് കിടന്നപ്പം നെവിൻ ഒരല്പം വെള്ളം സ്പ്രേ ചെയ്തു. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ എന്താ, ഞാൻ ഇതുപോലെ പലരുടെയും സ്പ്രേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സ്പ്രേ ചെയ്തു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു കുഴപ്പം. ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ അടിച്ചു, ഓക്കെ, എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പീഡിപ്പിച്ചേന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, ശരിയല്ലേ? പക്ഷെ ഞാൻ സ്നേഹത്തിലുള്ള കമ്പനിയിലുള്ള ആളാണെങ്കിൽ ഞാനൊന്ന് തട്ടിയാലും ഇവിടെ അല്ല, ഇവിടെ തട്ടാൻ പറ്റില്ല. ഇവിടെ തട്ടിയാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടല് തട്ടുമ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇഷ്ടമുള്ളവർ ചെയ്താൽ കുഴപ്പമില്ല, ഇഷ്ടമല്ലാത്ത ആളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വമ്പൻ പ്രശ്നങ്ങളാക്കി മാറ്റി. അത് എല്ലാ സീസണിലും ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യസന്ധമായി കഴിഞ്ഞ 18 വർഷം കൊണ്ട് വേദം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലാണ് നടക്കുന്നത്. അന്യർക്ക് ദോഷം ഉണ്ടാകുന്നതും മറ്റുള്ളവരെ പറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു കള്ളത്തരവും ചതിയും ചെയ്യാറില്ല. കാരണം എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. നാളെ ഞാൻ കാണിച്ചതും പറഞ്ഞതും തെറ്റാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങൾ സോഷ്യൽ മീഡിയയാണ്, നിങ്ങൾ എവിടെയും കൊണ്ടുപോയി ക്യാമറ വെച്ച് കാണും, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ എൻ്റെ വില പോയി, എൻ്റെ അഡ്രസ്സ് പോയി, എൻ്റെ വിശ്വാസമില്ല. പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് പല രാജ്യങ്ങളിലെ മലയാളി സഹോദരങ്ങൾ, UAE, GCC, US, നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള മലയാളി പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് ഞാൻ പറയുന്ന വാക്ക് ശരിയാണെന്ന് വിശ്വാസമുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ഇതുവരെയും വീഡിയോ പ്രൊമോഷൻ ബിഗ് ബോസിനെ ബേസ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ 3 ആഴ്ച കൊണ്ട് ഞാൻ ഇടാൻ തുടങ്ങിയപ്പം ആദ്യം തെറിവിളി കൂടുതലായിരുന്നെങ്കിൽ, ലൈക്ക് കുറവായിരുന്നെങ്കിൽ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടി. അതുപോലെയാണ് ഈ സ്വപ്നസുന്ദരി സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ കുറ്റം പറയും കുറെ പേര് വന്നിട്ട്, അതിനകത്ത് അങ്ങനെയാണ്, അതിനകത്ത് വലിയ പൈസയില്ല, അതിനകത്ത് ചെറിയ ആർട്ടിസ്റ്റുകളാണ്, അതിനകത്ത് വലിയ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള സംഗതി, അല്ലെങ്കിൽ ഫ്രൈയും, അങ്ങനെ കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയായി ഇറക്കി അത് നിങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവരെല്ലാം പ്രവർത്തിച്ച കഷ്ടപ്പാട് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിലമതിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പ്രവർത്തിക്കുന്നതും ഇന്ന് ഈ നിമിഷം വരെയും സത്യമാണ്. പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 മണിക്കാണ്, ഇപ്പോ ഏകദേശം 5:30 പക്ഷെ ഇതിൽ പ്രധാന താരം ജിൻഡോ വന്നിട്ടില്ല. അത് സെറ്റിൽ അങ്ങനെ ആയിരുന്നതാണ് ചോദ്യം. ഞാൻ നേരത്തെ മോനോട് പറഞ്ഞില്ലേ, ഞാനാണോ പറയേണ്ടത് വേറെ വല്ലവരാണോ പറഞ്ഞത്? കൈമാറട്ടെ, ഞാൻ പ്രൊഡ്യൂസറിന് കൈമാറാം, ഇതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു? അടി ഞാൻ വാങ്ങിച്ചു. ജിൻഡോയെ കുറിച്ച് എന്താ അറിയേണ്ടത്? അല്ല, ഇപ്പൊ ഓൾറെഡി 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ജിൻഡോയെ കുറിച്ച് ചോദിക്കും മോൻ എന്താ ഇങ്ങനെ കരഞ്ഞു ചോദിക്കുന്നത്? സ്റ്റേഡായിട്ട് ചോദിച്ചൂടെ? വെള്ളം കുടിക്കണോ? വേണ്ടേ?
അല്ല ജിൻഡോയെ കുറിച്ച് ജിൻഡോ ഇടിക്കുന്നു വെച്ചിട്ടാണോ? ജിൻഡോയ്ക്ക് ജിം ഉണ്ടെന്ന് വെച്ചിട്ടാണോ? അല്ല ജിൻഡോയെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചധികമായി. ആ പിന്നെന്താ പ്രശ്നം? ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാ വന്നത്. ജിൻഡോ 1.5 മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നമ്മുടെ റോഡിൽ കൂടി ജിൻഡോയ്ക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കാം കാരണം. ജിൻഡോ മേക്കപ്പ് ചെയ്യായിരിക്കാം, ജിൻഡോ മേക്കപ്പ് ചെയ്യായിരിക്കാം. ഇവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇവര് ചോദിക്കും അങ്ങനെയാണെങ്കിൽ മുടിഞ്ഞ കാലും കൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്രയും നേരത്തെ എത്തിയ നേരത്തെ ഇവിടെ വരെ എത്തിയില്ലേ എന്ന് ചോദിച്ചോടെ. അടിയുടെ മക്കളെ കൈ തലേ ദിവസം വന്നു ഞാൻ കൂടി പണി. ഡിവിന് അതിനകത്ത് പ്രശ്നം എന്താ? അതെ, സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്, ജിൻഡോ അല്ലല്ലോ. അല്ലല്ലോ, ജിൻഡോ തിയേറ്ററിൽ സിനിമ എത്തിക്കുന്നത് ആരാണ്? പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് കൂടിയിട്ടല്ലേ. ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഇതിനകത്ത് 2 ആർട്ടിസ്റ്റ് മരിച്ചുപോയി, അതേക്കുറിച്ച് ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ സിനിമ അല്ല ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഡയറക്ടർ അത് പറയേണ്ടതായിരുന്നു, സാർ അത് പറഞ്ഞില്ല. 2 ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയില്. അത് 2 പേരും ഇതിനകത്ത് പാട്ട് സീനിലുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർ 2 പേരും ഇല്ല. അപ്പൊ നമുക്കൊരാളില്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ഞാൻ താമസിച്ച് വന്നെങ്കിലും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ 4 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4:15, 4:30 അപ്പൊ തുടങ്ങിക്കൊള്ളുക, അത്രേ ഉള്ളൂ. ജിൻഡോ വന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇല്ലേ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടും ഒരു സൂര്യൻ രാവിലെ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഞാനോ ഇവനെ രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സൂര്യൻ അതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കും, ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കും. പോരെ? ജിൻഡോ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഇവിടെ ഞങ്ങൾ ഇരിപ്പുണ്ട്, ഉറപ്പായിട്ടും. പക്ഷെ മോൻ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും നേരം 3 മണി തൊട്ട് അല്ലെങ്കിൽ 4 മണിക്ക് പ്രസ് മീറ്റ് പറഞ്ഞു. ഈ 4 മണി തൊട്ട് സ്വപ്നസുന്ദരിയുടെ പ്രൊമോഷൻ വർക്കിനായിട്ട് നിങ്ങളെല്ലാം ഇരിക്കുന്നു. അദ്ദേഹം ഇതുവരെയ്ക്കും എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് ഒരല്പം ആലോചിച്ച് നോക്കൂ. ഞാൻ കുറച്ച് നേരത്തെ ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് ഒരു ആൻസർ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ബിഗ് ബോസിന് മുമ്പുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തിൽ ഞാൻ പറഞ്ഞു, ബിഗ് ബോസിന് ശേഷമുള്ള ആർട്ടിസ്റ്റിൽ നിന്നും ഞാൻ കുറച്ച് മുമ്പ് കാര്യം പറഞ്ഞതിൽ ഈ ഉത്തരം അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായി കാണുമല്ലോ, മനസ്സിലായില്ലേ? ഞാൻ തന്നു കഴിഞ്ഞു. ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു, അടിച്ചു പൊളി. ഞാൻ 6 അടി ആ ഒരു ആൻസർ പറഞ്ഞില്ലേ, ആ ആൻസറിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ടാലന്റ് എത്രയാണെന്നും അതെല്ലാം സംഭവം. അത് ബിഗ് ബോസിന് മുമ്പായിരുന്നു. ബിഗ് ബോസിന് ശേഷം എന്ന് പറയുന്നത് അദ്ദേഹം ബിഗ് ബോസ് വിന്നറാണ്. ഞാനൊക്കെ ബിഗ് ബോസിൽ നിന്ന് തോറ്റ് വെളിയിലിറങ്ങിയ പാവങ്ങളാണ്. അപ്പൊ വിജയിച്ചവരെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു റെസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഒരു നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ വരുന്ന വഴിയിൽ വണ്ടി ബ്ലോക്ക് ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിത് മുമ്പോട്ട് പോവാം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ആർട്ടിസ്റ്റ് എത്തുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം തരും. അല്ല, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മന്ത്രി ഉദ്ഘാടനത്തിന് വരുമെന്ന് പറയുന്ന സമയത്ത് ചില സമയം മന്ത്രി എപ്പോ വരും എന്ന് വെച്ചു നമ്മൾ അതിനു വേണ്ടി ഉത്കണ്ഠപ്പെടാറുണ്ടോ? മന്ത്രി വരുമ്പോ വരും, വന്നില്ലെങ്കിൽ വരൂല. എന്നാലും പരിപാടി അവിടെ നടക്കൂലേ? ഒരാളല്ല അവസാനം. എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം എന്നെക്കാൾ മിടുക്കരായിട്ടുള്ള പാർട്ടികൾ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്ലിയർ അല്ലേ? എന്നെ ജില്ലയും കൂടെ അടി പിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോനെ, നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ. അകമ്പടിയോടുകൂടി നമ്മുടെ സ്വന്തം ജിൻഡോ വരികയാണ്. അപ്പൊ അതിന്റെ റെസ്പെക്ട് ഞാൻ എന്തായാലും ആ റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്നതാണ്. ജിൻഡോ ജിൻഡോ വന്നല്ലോ, അതാണ്. വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? വന്നില്ല എന്ന് പറഞ്ഞേനെ. പക്ഷെ ഞങ്ങൾ ജിൻഡോയെ കൊണ്ടുവന്നു, ജിൻഡോ വന്നു. എന്താണ് സിനിമയെ കുറിച്ച് അഭിപ്രായം? ജിൻഡോ ആറാടണോ? ഇവര് ചോദിച്ച ചോദ്യം, ജിൻഡോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സ്വപ്നസുന്ദരിയിൽ എങ്ങനെയായിരുന്നു അഭിനയം, ജിൻഡോയുടെ അഭിനയത്തെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു, ബിഗ് ബോസിന് മുമ്പായതുകൊണ്ട് ആ അഭിനയം എന്ന് പറയുന്നത് റിയൽ ആയിരുന്നു. ഷിനു ശ്യാമളനും ജിൻഡോയും കൂടെയുള്ള അഭിനയം യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ആറാട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തകർത്താടുന്നു എന്ന് പറയില്ലേ, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞ? എന്തെങ്കിലും ഞാൻ കുറച്ച് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, അത്രേ. ബിഗ് ബോസിന് ശേഷം എങ്ങനെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു, അദ്ദേഹം വിന്നറായി കഴിയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാകും. ആ ഇമേജ് കോൺഷ്യസ് എന്ന് പറയുന്ന സാധനത്തിൽ പലപ്പോഴും
ചില കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇതാണ് നിന്നെ കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. അത് തെറ്റല്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആള് ശരിയില്ലാതെ അർത്ഥല്ലേ? അയ്യോ, അത് കുറച്ച് കൂട്ടി, ആളിന്റെ ലെവൽ കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ? നമുക്ക് എന്തായാലും പൊളിച്ചിട്ടുണ്ട്. എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിലിപ്പ് സാറ്, പിന്നെ നമ്മുടെ ഈ സാറ്, ഇങ്ങനെയുള്ള എല്ലാവരും, കാരണം സത്യത്തിൽ എനിക്ക് പറ്റി എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇവരൊക്കെ നമ്മളെ പിടിച്ച് അഭിനയിപ്പിച്ച് ചെയ്തൊരു പടമാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് കരുതിയില്ല. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ ജിൻഡോ, ഞാൻ തന്നെ ചോദിക്കാലോ. ജിൻഡോ, അതിനകത്ത് ഫൈറ്റ് ഉണ്ടായിരുന്നു, തകർത്ത് ചെയ്തില്ലേ? ഞങ്ങൾ ആസ്വദിച്ചു ഫൈറ്റ്. പിന്നെ നമുക്ക് നിന്റെ ഇടി വാങ്ങിച്ച ആൾക്കാർ ഇവിടെ പറഞ്ഞു നല്ല സുന്ദര ഇടികളാണ് കിട്ടിയത്. തകർത്ത അതൊന്നല്ല സത്യം, എന്നെ അടുത്തറിയായിരുന്നു. അത് കഴിഞ്ഞു സോങ് അടിപൊളിയായിട്ട് ആ ഡാൻസ്, ഷിനു ശ്യാമളനും നീ കൂടെ ഉള്ള ആ ഡാൻസ് തകർത്ത് ചെയ്തില്ലേ? പിന്നെ സത്യം പോയിട്ട് ഒരു വലിയ ഡാൻസ് കളിച്ചറിയാമല്ലോ. ആ ഡാൻസ് കൊണ്ട് ലെവല് മാറിപ്പോയി. എന്തായാലും നമ്മൾക്ക് ഇപ്പോഴും ഓരോരുത്തർ എന്ത് കാര്യം പറഞ്ഞു തരും. ജന്മന എല്ലാവർക്കും ഒരു വാസന ഉണ്ടാവും അല്ലേ? എന്താ പറയാ, അത് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പറയണോ? സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ മുട്ടിക്കറിയുവാനും മുഖത്ത് സ്വേദബാധകൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് അല്ലേ? അപ്പൊ നമ്മുടെ അഭിനയൊക്കെ തന്നെ അങ്ങ് വരും, എല്ലാവർക്കും വരും. അപ്പൊ അഭിനയിക്കുന്ന അതിലൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് കഴിവ്, എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുക്കുന്നുണ്ട്. ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണമെന്ന് നമ്മൾ ആ സമയത്ത് തീരുമാനിച്ചാൽ മതി അല്ലേ? സാറ് എന്റെ അപ്പനാണ്. അപ്പന്റെ മകളിൽ കൈവയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സിനിമയിൽ കണ്ടാൽ മതി. അതന്നെ സത്യം. അതാ ഞാൻ പറഞ്ഞത്, ആറാടുകയായിരുന്നു. അപ്പനെ ഞാൻ എറിയെടുത്തു. അങ്ങനെ സംഭവം നമ്മൾ ശരിക്കും പൊങ്ങയ്ക്ക് പിടിക്കാൻ സീനൊക്കെ ഉണ്ടെന്നല്ലേ? അത് പുറത്ത് വിടാതെ എന്താ കുഴപ്പം? ഇതെല്ലാം കാണുന്ന സിനിമ നാളെ കാണാനല്ലേ? രജിസ്റ്റാറിനെ അടിക്കണ്ടാണോ? ആര്? നീ ആ ചോദിച്ചതിന്റെ അർത്ഥം അപ്പനെ അടിക്കുന്ന മോനാണാടാ നീ എന്നല്ലേ എന്റെ അർത്ഥം? കാണുമ്പോ നോക്കും. അപ്പനെ അടിക്കണ മോനാണെന്ന് വെച്ചാൽ അതൊരു ടിസ്റ്റ് ഉണ്ട്, ഞാൻ പറയണ അതാണ് ആ പടത്തിന്റെ ഒരു ടിസ്റ്റ്. പിന്നെ എന്തായാലും അപ്പനും മോനും ഒട്ടും പുറകിലല്ലായിരുന്നു പല കാര്യങ്ങളിലും, അത് സിനിമയിൽ മനസ്സിലാവും. ആ ഒരു പറഞ്ഞ ഉദ്ദേശം മനസ്സിലല്ലേ? ആ പ്രണയം ഉണ്ടോന്ന്? ആ ഞാൻ പ്രേമിക്കണ പെണ്ണിൽ തന്നെ അപ്പനും പ്രേമിക്കണേ അല്ലേ? അങ്ങനെയല്ലേ? അപ്പം മഹാകോഴിയല്ലേ? അപ്പം കോഴിയാവുമ്പം മകൻ താറാവൂല്ലല്ലോ, കോഴി തന്നെയല്ലേ ആവണ്ടല്ലേ? എന്താന്നറിയില്ല, പെങ്ങളെ കിട്ടുന്ന അവസ്ഥയാവും. അല്ല, ഇതെല്ലാം ആ ത്രെഡുകളിലൂടെ അതിൽ വരുന്ന റിവെഞ്ച് സാധനങ്ങൾ, അതിൻ്റെ അകത്ത് വരുന്ന സംഗതികളാണ്. ഒരു കാര്യം നേരത്തെ പറഞ്ഞ മോൻ ചോദിച്ച അത് തന്നെയാണ്. ഇത് ഒരു എന്റർടൈൻമെന്റ് ഫിലിമാണ്. അതിനകത്ത് വേറെ ലാഗില്ല, മറ്റൊരു തരത്തിലുള്ള മുഷിപ്പുകളില്ല. അതിനകത്ത് വരുന്ന എന്റർടൈൻമെന്റ് ആണ്. ടക ടക ടകടേ എന്ന് പറഞ്ഞ് സംഗതികൾ രസകരമായി തന്നെ പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആർട്ട് വർക്കുകൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. തേയിലത്തോട്ടങ്ങൾ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള നാച്ചുറലി ദൈവം നമുക്ക് അറിഞ്ഞു തന്ന സീൻസും ലൊക്കേഷൻസും ആയിരുന്നു. അതെ, യൂണിറ്റ് എടുക്കാൻ പറ്റും. കോവിഡിൽ ചെയ്ത ഫിലിമാണ്. അതെ, എല്ലാവരും കൂടി യൂണിറ്റ് ചെയ്ത പടമാണ് സത്യം. എല്ലാവരും ഇതിനകത്ത് പൈസ പല ആൾക്കാരും മുടക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടാണ്, എനിക്കറിയില്ല. അപ്പൊ അവരെല്ലാവരും ഞങ്ങളെല്ലാം കൂടി ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എനിക്ക് ഒരു ചാൻസ് തന്നില്ലേ, നന്ദിയുണ്ട് ഇപ്പോഴേ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈതൊട്ട് പറയണം. കാരണം നമ്മൾ ബിഗ് ബോസിലോ അങ്ങനത്തെ ഫെയിമൊന്നും ഇല്ലാത്ത കാലത്ത് എനിക്കൊരു എന്താ പറയുക, ഒരു ലോ ബഡ്ജറ്റ് മൂവി ആണെങ്കിലും അതിനകത്തൊരു കണ്ടിന്യൂസ് റോൾ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്ന ആളാണ് ഫിലിപ്പ് സാറ്. അത് തീരാത്ത കടപ്പാടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക,
ഇതിന് മുമ്പ് ഞങ്ങൾ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും സാറാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. സാർ എന്ത് ചെയ്യും? ഓക്കെ ഓക്കെ. സാറിൻ്റെ അടുത്ത് പടം വരില്ലേ ഇപ്പം? സാറിൻ്റെ അടുത്ത മൂവി ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന നല്ല റോളുണ്ട്. ഫിലിപ്പ് സാറിൻ്റെ വേറൊരു മൂവി ഉണ്ട്. അത് ചെറുതൊന്നുമല്ല കേട്ടോ, വലിയ ഹെവി മൂവിയാണ്. ആളിനി ഒരു പ്രൊഡ്യൂസർ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്കാണ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയും ആള് ആ ലെവലിൽ വളർന്നു. ആള് യു കെയിലാണ്. അപ്പോൾ ആള് യു കെയിൽ പോയി രക്ഷപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു 5 വർഷം എടുത്തിട്ട്. അതന്നെ ബിഗ് ബോസിൽ പോണത് 5 വർഷം മുമ്പ് എടുത്ത പടമാണ്. അവിടെ പോയി ആള് രക്ഷപ്പെട്ടുകൊണ്ട് ആള് ഈ പടം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കണമെന്ന് അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മകൻ എന്നുള്ള നിലയിൽ ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ മോനും കൃത്യമായിട്ട് അതൊക്കെ തന്നെയല്ലേ പറയുന്നത്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കള്ളത്തരം പറഞ്ഞിട്ടില്ല. നമ്മളാ സിനിമ ഫാമിലി സർക്കസിലല്ലേ ഈ സംഭവം നടന്നത്. എന്താ പിടിച്ചെന്ന് ചോദിച്ചോ? എന്താ പറഞ്ഞേ? എങ്ങനെ ആണോ വീണ കാരണം ചോദിച്ചില്ലേ? ഭാര്യ വെള്ളടിച്ചിട്ട് എനിക്ക് പോകുന്നു. സത്യം പറയാലേ? സത്യം പറയണ അത് പറയണം നീ കൃത്യമായി. കാരണം ഇവര് ചോദിച്ചു നീ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയി കെട്ടിക്കൊണ്ടുവന്നു. അല്ല അങ്ങനെയല്ല, ഞങ്ങക്ക് ഒരു ബാറിലായിരുന്നു ശരിക്കും പറഞ്ഞ ഗരുഡ ബാറില. തൃശ്ശൂർ ബാറിലായിരുന്നു അതിന്റെ ഷൂട്ടായിരുന്നു. ബാറിനുള്ളിൽ ഫാമിലി സർക്കസ് ഞങ്ങൾ ഫാമിലി സർക്കസ് പടം ഞങ്ങളവിടെ ചില്ല് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായ വെള്ളം കുടിച്ചു. ആള് ഒറിജിനൽ വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ അല്ലേ? ഒറിജിനൽ വെള്ളം കുടിച്ചപ്പോ ഒറിജിനലായിട്ട് അഭിനയിക്കാൻ പറ്റി. അത് പെർഫോമൻസ് വേറെ ലെവലാ. എന്തായാലും ക്യാമറാമാൻ റോൾ ചെയ്തോണ്ടേയിരുന്നു. കട്ട് പറഞ്ഞില്ല ഡയറക്ടർ. ഞാൻ മറിഞ്ഞടിച്ച് കാലടിച്ച് വീണിട്ട് വീണ്ടും എണീച്ച് ആടി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ വീണെടുത്ത് എനിക്ക് പിന്നെ എണീക്കാൻ പറ്റില്ല. അപ്പോഴാണ് ക്യാമറാമാൻ മനസ്സിലായത്. എനിക്കൊരു സന്തോഷവാർത്ത പറയാന്ന് വെച്ചാൽ ഈ 17-ാം തീയതി എൻ്റെ അടുത്ത മൂവിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ 4 ലാംഗ്വേജിൽ പോകുന്ന മൂവിയാണ്. അവിടെ നിന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്ന് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ മാളിപ്പുറത്തിൽ വില്ലെന്നില്ലേ, ആളാണ് സമ്പത്തരാമൻ അതിനകത്തുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നിലനിൽക്കുന്ന പടമാണ്. സന്തോഷവാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് സ്വപ്നസുന്ദരിയാണ്.